ദൈർഘ്യമുള്ള ഒരു ലൈവ് ഒരു ചാനൽ പുറത്തുവിട്ടിട്ടുണ്ട്. അതിലൊരാൾ പറയുന്നത് ഞാൻ കേരളം എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു വർക്ക് ചെയ്തിരുന്നതെന്നാ. ഇപ്പൊ എന്റെ കയ്യിൽ രേഖയൊന്നുമില്ല, പിടി വീഴുന്നു, അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന്. എത്ര ബംഗ്ലാദേശികൾ ഇവിടെ ഉണ്ടാവും? TMCക്കാർക്ക് 6000-ഓ 10000-ഓ കൊടുത്തു കഴിഞ്ഞാൽ വളരെ യൂഷ്വൽ ആയിട്ടുള്ള ഇവിടത്തെ എല്ലാ രേഖകളും പാസ്പോർട്ട് വരെ തയ്യാറാക്കി കൊടുക്കാനായിട്ട് അവരുണ്ടായിരുന്നു പോലും. വലിയ രീതിയിൽ ബംഗ്ലാദേശികളെ പ്രീണിപ്പിച്ചുകൊണ്ടാണ് 15 വർഷം തുടർച്ചയായി മമതാ ബാനർജി എന്ന സ്ത്രീ വെസ്റ്റ് ബംഗാൾ ഭരിച്ചത്, നശിപ്പിച്ചത്. സ്വന്തം നാടിന്റെ വിഭവങ്ങൾ അഭയാർത്ഥികൾക്ക് നൽകാനുള്ളതല്ല. ഇവിടത്തെ ഇടതും വലതും സർക്കാരുകൾ ഇതുവരെയും പാവപ്പെട്ടവർ 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 എന്ന് പറഞ്ഞ് ആരെയാണ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത്? ഈ മമതാ ബാനർജിയുടെ പാർട്ടി അടക്കമുള്ളവർ ഏത് പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് സംസാരിച്ചിട്ടുള്ളത്? ഇന്ത്യക്കാർക്ക് വേണ്ടിയാണോ? ഇന്ത്യയിലെ ടാക്സ് അടയ്ക്കുന്ന അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ പണമെടുത്ത് എവിടേക്കാണ് കൊടുക്കുന്നത്? യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഇവിടെ വന്നു കയറി സ്വന്തം ഒരു കുഞ്ഞിന് ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തപ്പോ പോലും 10ഉം 20ഉം കുട്ടികളെ ഉണ്ടാക്കാൻ മടിയില്ലാത്ത, അല്ലെങ്കിൽ അത്രത്തോളം മാത്രമേ അറിവുള്ള ആൾക്കാരെ പോറ്റാൻ വേണ്ടി ഇത് അനുവദിച്ചു കൊടുക്കാമോ? എത്ര നാൾ അനുവദിക്കണം? റെയിൽവേ ആകട്ടെ, കണ്ണായിട്ടുള്ള പല സ്ഥലങ്ങളാവട്ടെ, ഹൈവേ നിർമ്മിക്കുന്ന സ്ഥലങ്ങളാവട്ടെ, ഇവിടെ എല്ലാം ഇത്തരക്കാർ കയറി അങ്ങ് കോളനികൾ ഉണ്ടാക്കി അങ്ങ് താമസിക്കുകയാണ്. നഗരം വികസിക്കണ്ടേ, ഇന്ത്യ പുരോഗതിയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർഷങ്ങൾ എത്രയായി? ചേരികൾ ഇല്ലാതാക്കപ്പെടണ്ടേ? ഈ ചേരികളിൽ കൂടുതലും താമസിക്കുന്നത് ഇന്ത്യക്കാർ തന്നെയാണോ? ഈ ചോദ്യമാണ് ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നത്. ബംഗാൾ വലിയൊരു ശുചീകരണത്തിലൂടെ കടന്നു പോവുകയാണ്. ഒരു ക്ലീനിങ് പ്രോസസ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. എന്താണ് അവിടെ നടക്കുന്ന ക്ലീനിങ് പ്രോസസ് എന്ന് അറിയാമോ? ഇത് വലിയ രീതിയിൽ ഈ കേരളത്തിലിരിക്കുന്ന നമ്മളെയും ബാധിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. ബംഗാളിൽ BJP അധികാരമേറ്റതോടുകൂടി വലിയ രീതിയിൽ ബംഗ്ലാദേശികള് ബംഗാളിൽ നിന്നും തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയ്ക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. നിങ്ങൾ ഈ മാധ്യമങ്ങളിൽ, മലയാള മാധ്യമങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ അതൊന്നും ക്ലിയർ ആയിട്ട് കാണണമെന്നില്ല. എന്നാൽ നാഷണൽ മാധ്യമങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് വ്യക്തികൾ കൂടും കുടുക്കയായിട്ട് പോകാൻ നിൽക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഒരു വീഡിയോ കാണിക്കാം. খারাপ ব্যবহার করলে হবে? കണ്ടല്ലോ, ഈ വ്യക്തികളെല്ലാം തന്നെ ബംഗ്ലാദേശികളാണ്. ബംഗ്ലാദേശ് വെസ്റ്റ് ബംഗാൾ അതിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു തുറന്നു കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതായത് ഒരു പാടത്തിന്റെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നത് പോലത്തെ ഒരു സ്ഥലമാണ്. വളരെ ഈസി ആയിട്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് കയറി വരാൻ പറ്റുന്ന രീതിയിലാണ് ഇതുവരെ അവിടെ അതിർത്തികൾ ഉണ്ടായിരുന്നത്. ആരാണ് ഇതിങ്ങനെ സൂക്ഷിച്ചിരുന്നത്? അതെ, ഇവിടത്തെ മാധ്യമങ്ങൾ വാഴ്ത്തുന്ന ദീദി തന്നെയാണ് ഇങ്ങനെ സൂക്ഷിച്ചിരുന്നത്. ഏകദേശം 1700 ഏക്കറോളം വരുന്ന അതിർത്തി വിശാലമായിട്ട് തുറന്നിട്ടുകൊണ്ട് ബംഗ്ലാദേശികളൊക്കെ ഇങ്ങോട്ട് പോന്നോട്ടെ, പോരുന്നവരെല്ലാം TMCക്ക് വോട്ട് ചെയ്തോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ പരിപാടി മുഴുവൻ ചെയ്തത് അവരാണ്. ഇത് ഞാൻ പറയുന്നതല്ല, അവര് തന്നെ പറയുന്നതാണ്. ഞാനൊരു ചെറിയ വീഡിയോ കാണിക്കാം, പക്ഷേ അത് ബംഗാളിലായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം. শুরু হয়েছে, এটা আমাদের কোনো সবুত নেই, কোনো কিচ্ছু নেই। এবার তাই আমাদের দেশে আমরা ফেরত যাচ্ছি. പുള്ളി പറയുന്നത് ഇത്രയേ ഉള്ളൂ. നദി വെച്ചപ്പോഴത്തേക്ക് ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ വന്നപ്പോ TMCക്കാര് വോട്ടർ ID തന്നു, റേഷൻ കാർഡ് തന്നു, എന്തിന് പാസ്പോർട്ട് വരെയുള്ള ആൾക്കാരുണ്ട്. TMCക്കാർക്ക് 6000-ഓ 10000-ഓ കൊടുത്തു കഴിഞ്ഞാൽ വളരെ യൂഷ്വൽ ആയിട്ടുള്ള ഇവിടത്തെ എല്ലാ രേഖകളും പാസ്പോർട്ട് വരെ തയ്യാറാക്കി കൊടുക്കാനായിട്ട് അവരുണ്ടായിരുന്നു പോലും. അവരാണ് വളരെ വിശാലമായിട്ട് ഇതൊക്കെ കൊടുത്തോണ്ടിരുന്നത്. എന്തിന്? നമുക്കൊക്കെ കിട്ടാൻ വരെ വലിയ പാടാ. എത്ര വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് നമുക്കൊക്കെ പാസ്പോർട്ട് കിട്ടുന്നത്? ഇല്ലീഗൽ ഇമിഗ്രൻസിന് യാതൊരു തടസ്സവും കൂടാതെ TMCക്കാര്, അതായത് തൃണമൂൽ കോൺഗ്രസ്സുകാര് ഇതെല്ലാം ഒപ്പിച്ച് നൽകിയിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ ബംഗ്ലാദേശികളെ പ്രീണിപ്പിച്ചുകൊണ്ടാണ് 15 വർഷം തുടർച്ചയായി മമതാ ബാനർജി എന്ന സ്ത്രീ വെസ്റ്റ് ബംഗാൾ ഭരിച്ചത്, നശിപ്പിച്ചത്, ബംഗാളിനെ നശിപ്പിച്ചത്. അങ്ങനെ തന്നെ പറയണം, മറ്റു മാധ്യമങ്ങൾ ഒന്നും പറയില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നശിപ്പിച്ചത്. ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? കഥ മാറി. അവിടുത്തെ ജനങ്ങള് മടുത്ത് BJPക്ക് വോട്ട് ചെയ്തു. സുവേന്ദു അധികാരി അവിടെ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റു. പിന്നീട് എന്താണ് സംഭവിച്ചത്? വളരെ ചെറിയ കാര്യങ്ങളാണ് സംഭവിച്ചത്. ഞാൻ ചെറുതായിട്ടൊന്ന് വായിക്കാം. ഡിറ്റക്ട്, ഡിലീറ്റ്, ഡീപോർട്ട് നയം. കണ്ടെത്തൽ അഥവാ ഡിറ്റക്ട്. വോട്ടർ പട്ടികയിലെ വ്യാജന്മാരെ കണ്ടെത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചേർന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ SIR എന്ന പ്രത്യേക പരിശോധന ആരംഭിച്ചു. നീക്കം ചെയ്യൽ അഥവാ ഡിലീറ്റ്. വ്യാജരേഖകൾ ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള കുടിയേറ്റക്കാരുടെ പേരുകൾ അടിയന്തരമായി നീക്കം ചെയ്യുന്നു. ഇതിനകം ലക്ഷക്കണക്കിന് വ്യാജ വോട്ടർമാരെ പട്ടികയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. നാടുകടത്തൽ അഥവാ ഡീപോർട്ട്. ഇത്തരത്തിൽ തിരിച്ചറിയപ്പെടുന്നവരെ നിയമപരമായ നടപടിക്രമങ്ങൾ പുറത്താക്കി അതിർത്തി രക്ഷാസേന അഥവാ BSF വഴി ബംഗ്ലാദേശിലേക്ക് നേരിട്ട് നാടുകടത്തുന്നു. എന്തുകൊണ്ടാണ് മമതാ ബാനർജി SIR വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി വരെ പോയത് എന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ? ഇതുകൊണ്ടാ അവർക്ക് ബംഗ്ലാദേശികളെ സംരക്ഷിക്കണമായിരുന്നു. ബംഗ്ലാദേശികൾ തന്നെ ദീദിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. ഒരു ചെറിയ വീഡിയോ ഞാൻ കാണിക്കാം. ममता दीदी का राज आ जाएगा तो हम लोग फिर बांग्लादेश से कलकत्ता में ढुक जाएंगे, छोड़ेंगे नहीं। अच्छा, फिर ममता दीदी जीतेंगी, फिर आप लोग? हाँ, ममता दीदी जीतेंगी। मोदी जी कितना दिन रहेंगे? 5 साल. ഇവര് പറയുന്നത് ഇതാണ്, മോദി എത്ര കാലത്തേക്ക് ഉണ്ടാവും, ദീദി തിരിച്ചു വന്നാൽ
ഞങ്ങൾ തിരികെ വരും എന്നാണ്. തിരികെ വരാൻ സാധിക്കുമോ? തിരികെ വരാൻ പറ്റാത്ത രീതിയിൽ ഇന്ത്യക്ക് ചുറ്റുമായി വെസ്റ്റ് ബംഗാളിൽ മാത്രമല്ല സുരക്ഷാ വേലികൾ പലതും ഉയർന്നു കഴിഞ്ഞു. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. ഇപ്പൊ നമുക്ക് അടുത്തതായി സുവേന്ദു അധികാരി എന്താണ് ചെയ്തത് എന്ന് വായിക്കാം. ഹോൾഡിംഗ് സെന്ററുകൾ സ്ഥാപിക്കൽ. അനധികൃത താമസക്കാരെ കണ്ടെത്തുന്നത് മുതൽ അവരെ നാടുകടത്തുന്നത് വരെയുള്ള താൽക്കാലിക കാലയളവിൽ പാർപ്പിക്കുന്നതിനായി സംസ്ഥാനത്തെ എല്ലാ അതിർത്തി ജില്ലകളിലും ഹോൾഡിംഗ് സെന്ററുകൾ തുറക്കാൻ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. നിലവിൽ വടക്കൻ 24 പഗാനാസ്, മാൽഡ, മുർഷിദാബാദ് തുടങ്ങിയ അതിർത്തി ജില്ലകളിലെ കേന്ദ്രങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 300-ലധികം പേരെ പാർപ്പിച്ചിട്ടുണ്ട്. സിലിഗുരി മേഖലയിലും പുതിയ കേന്ദ്രം ഉയർന്നു വരുന്നുണ്ട്. കണ്ടോ, ഹോൾഡിംഗ് സെന്ററുകൾ, രേഖകളില്ലാത്ത വ്യക്തികളെ പ്രത്യേകം പാർപ്പിക്കാനായിട്ട് ഹോൾഡിംഗ് സെന്ററുകൾ ഉയർന്നു കഴിഞ്ഞു. നമുക്ക് ഡിറ്റക്ഷൻ സെന്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ജയിലുകളല്ല, അവർക്ക് കൃത്യമായിട്ട് അവിടെ താമസിക്കാൻ പറ്റും, ഫുഡ് കിട്ടും, ബാക്കി കൂടുതൽ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. ഒരു പൗരന് ലഭിക്കുന്ന അവകാശങ്ങളൊന്നും ഉണ്ടാവില്ല. കുടുംബമായിട്ട് ഇവിടെ താമസിക്കാനും പറ്റില്ല. അതായത് മൈനർ കുട്ടികളെ അമ്മയുടെ കൂടെ താമസിപ്പിക്കും, ആണുങ്ങൾ ഒരു സ്ഥലത്തും പെണ്ണുങ്ങൾ ഒരു സ്ഥലത്തും, അങ്ങനെയാണ് താമസിക്കാൻ പറ്റുള്ളൂ. അതായത് ബംഗ്ലാദേശിൽ നിന്ന് ഇവിടെ വന്ന് 14-15 പിള്ളേരെ ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും ഈ ഹോൾഡിംഗ് സെന്ററുകളിൽ നടക്കില്ല. അങ്ങനെ ജനപ്പെരുപ്പം കൂട്ടിയാണല്ലോ രാജ്യത്തിന്റെ വിഭവങ്ങൾ ഫുള്ള് കൊള്ളയടിക്കുന്നത്. അത് ഇവിടെ നടക്കില്ല. ഇത് ഭയന്നാണ് ഒരുപാട് പേര് തിരിച്ചു പോകുന്നത്. സുരക്ഷിതമായി മടങ്ങാൻ അവസരം. സ്വന്തം ഇഷ്ടപ്രകാരം സാധനങ്ങളുമായി അതിർത്തി കടന്ന് ബംഗ്ലാദേശിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിക്കുന്ന കുടിയേറ്റക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയോ ജയിലിൽ അടയ്ക്കുകയോ ഇല്ല. ഇത്തരക്കാർക്ക് അതിർത്തി ചെക്ക് പോസ്റ്റുകൾ വഴി സുരക്ഷിതമായി മടങ്ങാൻ പാതയൊരുക്കാൻ സംസ്ഥാന പോലീസ് BSFന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതാണ് അതിർത്തികളിൽ ഇപ്പോൾ കാണുന്ന തിരക്കിന് കാരണം. വ്യാജരേഖകൾ ചമച്ചവർക്കെതിരെ അന്വേഷണം. റേഷൻ കാർഡ്, ആധാർ കാർഡ്, വോട്ടർ ID എന്നിവ വ്യാജമായി നിർമ്മിച്ചു നൽകിയ തൃണമൂൽ കോൺഗ്രസ്, പ്രാദേശിക നേതാക്കള്, ഏജന്റുമാര്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ എന്നിവരെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കണ്ടോ, ഇത്തരം ആൾക്കാരെ തിരിച്ച് പോകേണ്ടവർക്ക് പോകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബംഗ്ലാദേശിന് ഇവരെ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഇത്തരക്കാർ ഇവിടം വിട്ടു പോയേ തീരൂ. ഇവർക്ക് വ്യാജരേഖകൾ ഉണ്ടാക്കിക്കൊടുത്ത ആൾക്കാരെ നിയമപരമായിട്ടുള്ള നടപടികൾ നേരിടണം. അതുപോലെ തന്നെ ഇവർക്കെതിരെയും നിയമപരമായിട്ടുള്ള നടപടികൾ ഉണ്ടാവും. ഇവിടെ തന്നെ തുടരുകയാണെങ്കിൽ, പോകാൻ തയ്യാറാകാതെ ഈ പറയുന്ന വ്യാജരേഖകളുമായി ഇവിടെ തന്നെ തുടരുകയാണ് എന്ന് പറയുകയാണെങ്കിൽ നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളും ഇവർ നേരിടേണ്ടി വരും. യാതൊരു രീതിയിലുള്ള ഇളവുകളും ഇവർക്ക് അതിന് ലഭിക്കുന്നതല്ല. ഇവർക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാനായിട്ടുള്ള എല്ലാ പരിപാടികളും ഇന്ത്യയിലുണ്ട്. അതിന്റെയാണ് CAA എന്ന് പറയുന്ന ആ ഒരു നിയമം. അതിൻ പ്രകാരം ഒരു മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ 14 വർഷം ഇവിടെ സ്ഥിര താമസക്കാരനായിരിക്കണം. 14 വർഷത്തിനുള്ളിൽ യാതൊരുവിധ കുറ്റകൃത്യം പോലുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളൊരു തെളിവും വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് CAA വഴി പൗരത്വത്തിന് അപേക്ഷിക്കാൻ സാധിക്കുക. മുസ്ലിം അല്ലെന്നുണ്ടെങ്കിൽ 7 വർഷം മതി. അപ്പൊ അങ്ങനെയും ചെയ്യാൻ സാധിക്കാത്ത ആൾക്കാർ തിരികെ പോയേ പറ്റൂ, അല്ലെന്നുണ്ടെങ്കിൽ അകത്ത് കിടക്കണം. ഇനി അടുത്തത് എന്താണ് ചെയ്യുന്നത്? അതിർത്തി സുരക്ഷയും ഫെൻസിങ്ങും ശക്തമാക്കൽ. ഭാവിയിൽ നുഴഞ്ഞുകയറ്റം പൂർണ്ണമായി തടയുന്നതിനായി അതിർത്തിയിലെ വേലി കെട്ടാത്ത ഭാഗങ്ങളിൽ അതിവേഗം മതിൽ കെട്ടാൻ BSFന് ഭൂമി കൈമാറുന്നതിനുള്ള നടപടികൾ സർക്കാർ വേഗത്തിലാക്കി. അതിർത്തിയിൽ വേലി കെട്ടുന്ന ഒരു സംഗതി സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ വന്നു കഴിഞ്ഞു. അതിനെ പറ്റിയിട്ട് ഒരുപാട് വാർത്തകൾ നിങ്ങൾ നോക്കിയാൽ കാണും. ഒരുപാട് മനുഷ്യര് അവരുടെ സ്ഥലമൊക്കെ വെറുതെ കൊടുക്കുകയാണ്, വേലി കെട്ടിക്കൊള്ളുന്നത്. ചുമ്മാ വേലിയൊന്നും അല്ല അവിടെ വരുന്നത്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. എന്ത് തന്നെ ആയാലും സ്വന്തം നാടിന്റെ വിഭവങ്ങൾ അഭയാർത്ഥികൾക്ക് നൽകാനുള്ളതല്ല. ഇവിടുത്തെ ഇടതും വലതും സർക്കാരുകൾ ഇതുവരെയും പാവപ്പെട്ടവർ 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 എന്ന് പറഞ്ഞ് ആരെയാണ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത്? ഈ മമതാ ബാനർജിയുടെ പാർട്ടി അടക്കമുള്ളവർ ഏത് പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് സംസാരിച്ചിട്ടുള്ളത്? ഇന്ത്യക്കാർക്ക് വേണ്ടിയാണോ? ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് എന്താണ് വ്യക്തമാവുന്നത്? ഇന്ത്യയിലെ ടാക്സ് അടയ്ക്കുന്ന അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ പണമെടുത്ത് എവിടേക്കാണ് കൊടുക്കുന്നത്? യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഇവിടെ വന്നു കയറി സ്വന്തം ഒരു കുഞ്ഞിന് ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തപ്പോൾ പോലും 10-20 കുട്ടികളെ ഉണ്ടാക്കാൻ മടിയില്ലാത്ത, അല്ലെങ്കിൽ അത്രത്തോളം മാത്രമേ അറിവുള്ള ആൾക്കാരെ പോറ്റാൻ വേണ്ടി ഇത് അനുവദിച്ചു കൊടുക്കാമോ? എത്ര നാൾ അനുവദിക്കണം? നിങ്ങൾക്കറിയാമല്ലോ, റെയിൽവേ ആകട്ടെ, കണ്ണായിട്ടുള്ള പല സ്ഥലങ്ങളാവട്ടെ, ഹൈവേ നിർമ്മിക്കുന്ന സ്ഥലങ്ങളാവട്ടെ, ഇവിടെ എല്ലാം ഇത്തരക്കാർ കയറി അങ്ങ് കോളനികൾ ഉണ്ടാക്കി അങ്ങ് താമസിക്കുകയാണ്. നഗരം വികസിക്കണ്ടേ, ഇന്ത്യ പുരോഗതിയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർഷങ്ങൾ എത്രയായി? ചേരികൾ ഇല്ലാതാക്കപ്പെടണ്ടേ? ഈ ചേരികളിൽ കൂടുതലും താമസിക്കുന്നത് ഇന്ത്യക്കാർ തന്നെയാണോ? ഈ ചോദ്യമാണ് ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പാർട്ടിക്കാരെല്ലാം യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ വോട്ടിന്റെ ശക്തി നിങ്ങൾ തിരിച്ചറിയും. ബംഗാളിലെ ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞതുകൊണ്ട് അവർക്ക് സുരക്ഷിതമായ ഒരു സ്ഥലം ഒരുങ്ങിക്കഴിഞ്ഞു. ഇവിടെ ഒന്നും പോയ ഒരുപാട് ബംഗാളികൾ തിരിച്ചു വരുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഒരുപാട് പേര് ബംഗ്ലാദേശികളാണ്. 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ലൈവ് ഒരു ചാനൽ പുറത്തുവിട്ടിട്ടുണ്ട്. അതിലൊരാൾ പറയുന്നത് ഞാൻ കേരളം എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു വർക്ക് ചെയ്തിരുന്നതെന്നാ. ഇപ്പൊ എന്റെ കയ്യിൽ രേഖയൊന്നുമില്ല, പിടി വീഴുന്നു, അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന്. എത്ര ബംഗ്ലാദേശികൾ ഇവിടെ ഉണ്ടാവും? ബാക്കി ഇനി വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്ന ആൾക്കാരാണെങ്കിലും തിരികെ വരാൻ പോകുന്നില്ല. അവർക്ക് ഇനി പിണറായി വിജയന്റെ അല്ലെങ്കിൽ VD സതീശന്റെ കേരളത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല. അവിടെ പൂട്ടിപ്പോയ എല്ലാ ഫാക്ടറികളും സുവേന്ദു അധികാരി തുറക്കാൻ പോവുകയാണ്. അവർക്ക് അവരുടെ നാട്ടിൽ സമാധാനമായിട്ട് ജീവിക്കാനായിട്ടുള്ള ആ ഒരു സ്ഥിതി വിശേഷം BJP ഭരിക്കുമ്പോൾ ഉണ്ടാകുമെന്ന് അവർ വിശ്വസിക്കുന്നു. നിങ്ങൾക്കാണ് ബോധമില്ലാത്തത്. എന്താ ചെയ്യാല്? തുടർന്ന് കാണുക പോളി ന്യൂസ്.